എല്ലാവർക്കും വിത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ പലർക്കും വിചാരിക്കുന്നുണ്ടാവും പരിപ്പ് കറിയൊക്കെ ഒരു റെസിപ്പി ആയിട്ട് ഇടേണ്ട ആവശ്യമുണ്ട്, ഇതൊക്കെ ആർക്കും അറിയാത്തതാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കില്ല, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാനെങ്ങനെ അത് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പാണ് കേട്ടോ. നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ചെറുപയർ പരിപ്പാണ് കേട്ടോ. ചിലർ തോരപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കും, സാമ്പാർ പരിപ്പ് കൊണ്ട്. പക്ഷേ ടേസ്റ്റ് നോക്കുമ്പോൾ ചെറുപയർ പരിപ്പാണ് ഏറ്റവും സ്വാദം ഉണ്ടാവുക. അപ്പോൾ ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് 4-5 തവണ കഴുകിയ ശേഷം ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഞാനൊരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട്, നല്ല വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്, നല്ല വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പരിപ്പ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുക്കറിൻ്റെ ആ വിസിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പരിപ്പ് തൂവി പുറത്തേക്കൊന്നും വരില്ല, വിസിലിൻ്റെ ആ ഭാഗം വാൽവൊക്കെ അടയുമില്ല. അപ്പോൾ അപകടങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പരിപ്പ് വർഗ്ഗങ്ങൾ എന്തും വേവിക്കുമ്പോൾ ഇതുപോലെ കുക്കറിൻ്റെ ഉള്ളിലോട്ട് ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് വേവിക്കുകയാണ് ഏറ്റവും സേഫ്. അപ്പോൾ കുറച്ച് തകർന്നു പോയാലും ആ കുക്കറിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ അത് തകർന്നു പോകുള്ളൂ. അതാണ് അടിയിൽ നല്ല വെള്ളം വയ്ക്കാൻ പറയുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തോളൂ, നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ എല്ലാവിടെയും ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടും തകർന്നൊന്നും വരില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്, അങ്ങനെ തകർന്ന് പോകാണ്ടിരിക്കാൻ. പിന്നെ ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് ആ പരിപ്പിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും, വിസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചിട്ട് ഒരു 6-7 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് വേവും കേട്ടോ. കണ്ടോ, പാത്രത്തിൽ ഇറക്കി വെക്കുമ്പോൾ വിസിൽ വരുമ്പോൾ കണ്ടോ ഒട്ടും പുറത്തേക്കൊന്നും വരുന്നില്ല. അത് കാണിക്കാനാണ് കേട്ടോ ഞാനത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രഷറൊക്കെ ഇറങ്ങിയ ശേഷം നമ്മുടെ കുക്കർ തുറന്ന് നോക്കുക. കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചിത് തകർന്നു പോയതും നമ്മുടെ ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണിട്ടുണ്ട്. തകർന്നു പോയത് കണ്ട് ചെറിയൊരു ഇത്തിരിയാണ് തകർന്നു വന്നിട്ടുള്ളൂ. അത് ആ കുക്കറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെന്ത് വീണിട്ടുണ്ട് കേട്ടോ, പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. പക്ഷേ നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഡബിൾ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പരിപ്പ് കറിക്ക്. അപ്പോൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകത്തിൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കരിയാതിരിക്കാനായിട്ട് നോക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് മതി, ഒരുപാട് വലുത് വേണ്ട. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പരിപ്പിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് കാരണം ഒരുപാട് ചേർക്കണ്ട, നോക്കിയ ശേഷം പിന്നെ ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഉള്ളിയിലേക്കുള്ള ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ടുള്ള ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമാവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാനൊരു 3 ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയുടെ പച്ചമുളകൊന്ന് വിട്ടിട്ട് അതും കൂടി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഒരുപാട് വെന്തങ്ങോട്ട് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല, ഒന്ന് പച്ചമുളകൊക്കെ വിട്ടിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടിയ ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയും കൂടി ഒരു പച്ച മണം വിടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം വരും. ആ ഒരു രീതി ആവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതും കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പില്ലേ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം എത്രയാണ് വേണ്ട വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. പച്ചവെള്ളം ചേർക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് വ്യത്യാസം വരും. ചൂടുവെള്ളം ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് അതുപോലെ നിലനിൽക്കുക. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഏകദേശം 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഉള്ള മാതിരി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതിങ്ങനെ തിളച്ച് പിന്നെ വറ്റി വരുമ്പോഴേക്കൊക്കെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ തിള വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തിള വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു മസാലയും കാര്യങ്ങളെല്ലാം എല്ലാ ചെറിയ മല്ലിയുടെയും ഇതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ഈ പരിപ്പിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ട് എല്ലാം യോജിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് ചട്ടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തിളച്ച് കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഇതിപ്പോൾ നല്ല വെള്ളം പോലെയാണ് തോന്നുകയാണെങ്കിലും ഇതൊന്ന് ആറി വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി കിട്ടും, നല്ലപോലെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ലൂസാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പാകം ഉണ്ടാവണം കേട്ടോ. നല്ലത് ആറി വരുമ്പോൾ പരിപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അത് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ബെസ്റ്റാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല നാടൻ കറികളുടെയൊക്കെ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.